Good afternoon, all. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Prayer പറഞ്ഞോട്ടോ. Good afternoon, ma'am. Prayer പറഞ്ഞോട്ടോ. Very Vishnu, please. Good afternoon. Good afternoon, ma'am. Prayer പാടിക്കോട്ടെ. എന്നോട് prayer പറഞ്ഞോട്ടോ. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ എൻ കരളിൽ കുടിയിരിക്കണമേ എൻ്റെ പാദമിടറാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ പൂവിലൂറുന്ന പുഞ്ചിരി നീയല്ലോ പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ പുല്ലുമാടവും പൂവണി മേടയും തുല്യമായി തരും ശക്തിയും നീയല്ലോ നല്ല ബുദ്ധിയ എൻ്റെ മനസ്സിലും നല്ല വാണിയായി നാവിൻ്റെ തുമ്പിലും നല്ല ചെയ്തിയ എൻ പിഞ്ചു കയ്യിലും നന്മയായി വെളിച്ചമേ എൻ കരളിൽ കുടിയിരി എന്റെ പാദമിടറാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ. Thank you. Thank you. Then sign in and thought of the day. Ma'am, sign in പറഞ്ഞോട്ടെ. പറഞ്ഞോട്ടോ. Good afternoon, ma'am, and all my dear friends. I expect today's class will be more interesting and informative. Once again, I welcome ma'am on behalf of all of us and have a great day. Thank you. Thought of the Thank day. you. Okay. ഇന്ന് ജൂൺ 19. ഇന്ന് എന്താ ഇമ്പോർട്ടൻസ്? ഇന്ന് വായനാ ദിനം. എത്ര നാളായി ഒരു ബുക്ക് വായിച്ചിട്ട്, ഒരു നോവലോ ബുക്കോ വായിച്ചിട്ട് എത്ര നാളായി കാണും? അല്ലെങ്കിൽ സ്ഥിരമായിട്ട് വായിക്കാറുണ്ടോ? വായിക്കുന്നുണ്ട്. അവസാനം വായിച്ച ബുക്ക് ഏതാണ്? ഞാനിപ്പോ വായിച്ചുകൊണ്ടിരിക്കുന്ന ആത്രേയം. വായിച്ചതിൽ ഏറ്റവും പ്രിയപ്പെട്ട ബുക്ക്? ഖാലിദ് ഹുസൈനയുടെ പട്ടം പറക്കുന്നവർ. ഒരു എക്സസൈസ് ചെയ്തിട്ട് ഇതാക്കിയാ മതിട്ടോ. അപ്പൊ തന്നെ പോയിട്ടാണ് കടക്കും. മ്യൂട്ട് ആവോടാ സഫ്ന. ഓക്കെ. അപ്പൊ ബുക്കുകൾ വായിക്കുമ്പോ നമുക്ക് എന്താ പറയാ, നമ്മളോട് ചോദിച്ചിട്ടുണ്ടാവില്ലേ പലവരും, ബുക്ക് വായിക്കുമ്പോ എന്താ നമുക്ക് അല്ലെ, ഒരു പ്രത്യേകമായ ഒരു സന്തോഷം കിട്ടാറുണ്ടോ ബുക്ക് വായിക്കുമ്പോ? ഉള്ളിൽ നിന്നുള്ളൊരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ജോയ്. ഒരു ബുക്ക് വായിച്ചു കഴിയുമ്പോൾ അതിൽ നിന്നൊരു പ്രത്യേകമായിട്ടുള്ളൊരു എന്താ പറയാ, ഒരു ഇഷ്ടം അല്ലെങ്കിൽ അതിനോട് തോന്നാറുണ്ട്. ബുക്കുകളൊക്കെ വായിക്കുക, പല രീതിയിൽ നമ്മുടെ വായനകള് മുന്നോട്ട് കൊണ്ടുപോകാൻ. കാരണം ലേണിംഗ് ത്രൂ നമുക്ക് റീഡിങ്ങിലൂടെ മാത്രമേ നമുക്ക് കൂടുതലായിട്ട് ലേൺ ചെയ്യാൻ പറ്റുള്ളൂ. സൗണ്ട് ഇല്ല. ഹലോ, ഒട്ടുമില്ല സൗണ്ട്. ഇല്ല, കേൾക്കാം. മറ്റുള്ളവർക്കും അങ്ങനെ തന്നെ ആണോ? ഇല്ല, ക്ലിയർ ആണല്ലോ. ഓക്കെ ഓക്കെ, 1 മിനിറ്റ്. ഡിവൈസിന് ഫോണിന്റെ കുഴപ്പമാണോ എന്ന് അറിയില്ല, പക്ഷെ നന്നായിട്ട് കേൾക്കാൻ പറ്റും. ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ ഇനി പറയുമ്പോ നിങ്ങള് വോയിസിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയണം. കുഴപ്പമില്ലെങ്കിൽ ഒരു തമ്പയക്കാം. ഞാനൊരു കാര്യം പറയാം നിങ്ങളുടെ അടുത്ത്. നമ്മള്
ക്ലാസ് ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണ്. നമുക്ക് മ്യൂട്ട് എല്ലാവരെയും ഇങ്ങനെ മ്യൂട്ട് ചെയ്ത് വെക്കുന്നത് എനിക്ക് ഒരു താല്പര്യവും ഇല്ല. നിങ്ങളോട് സംസാരിച്ച് എൻജോയ് ചെയ്ത് ക്ലാസ് എടുക്കാനാണ് താല്പര്യം. പക്ഷേ നമ്മൾ ആരെങ്കിലും ഒരാള് മ്യൂട്ട് ഓൺ ആണ്, ലൈവ് ക്ലാസ്സിൽ ഒരാളുടെയെങ്കിലും മ്യൂട്ട് ഓൺ ആണെങ്കിൽ ബാക്കിയുള്ളവർക്ക് സൗണ്ട് ഡിസ്റ്റർബൻസ് വരും. ഓക്കെ, മ്യൂട്ട് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ സൗണ്ട് ഡിസ്റ്റർബൻസ് വരും. അത് നമ്മൾ കുറച്ച് ബോധരായിരിക്കണം. നമ്മളെ പോലെ തന്നെ മറ്റുള്ളവർക്കും ക്ലാസ് അറ്റൻഡ് ചെയ്യാനും ക്ലിയർ ആയിട്ട് വോയിസും കാര്യങ്ങളും കേൾക്കാനുള്ള അവകാശമുണ്ട്. അതുകൊണ്ട് നമ്മൾ എല്ലാവരും എന്തെങ്കിലും മ്യൂട്ട് ചെയ്യാം. ഇനിയിപ്പോ നിങ്ങൾ സംസാരിക്കുന്ന സമയത്താണെങ്കിൽ സാധാരണയായിട്ട് ഞാൻ മ്യൂട്ട് ചെയ്ത് വെക്കാറുണ്ട്. അപ്പൊ അത് നമുക്ക് ഓക്കെ ആണ്. ഇപ്പൊ ഒരാളൊന്ന് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് മ്യൂട്ട് ഓൺ ചെയ്താൽ മതി. അപ്പോഴേക്കും എനിക്ക് നോട്ടിഫിക്കേഷൻ വരും ആരാണ് മ്യൂട്ട് ഓൺ ചെയ്തിരിക്കുന്നത് എന്നത്. അപ്പൊ ഞാൻ ആളോട് ചോദിച്ചോളൂ, എന്തെങ്കിലും സംസാരിക്കാനാണെങ്കിൽ ഞാൻ മ്യൂട്ട് ഓഫ് ചെയ്തിട്ട് ആള് സംസാരിച്ചോട്ടെ. എല്ലാ കുട്ടികൾക്കും ഈ ഒരു സൗണ്ട് ഡിസ്റ്റർബൻസ് വരാറില്ല. പക്ഷെ ചെറിയ കുട്ടികൾ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ചെറിയ ഡിവൈസ് ഉള്ള വോയിസിന് ചെറിയ പ്രശ്നങ്ങൾ വരാറുണ്ട് കേട്ടോ. അത് നമ്മളുടെ ടെക്നിക്കൽ ഇഷ്യൂ ആണ്. നമുക്കത് ഫുള്ളായിട്ട് ഓവർകം ചെയ്യാൻ പറ്റില്ല. എന്നാൽ നമുക്കൊരു പരിധിവരെ നമ്മളുടെ കോപ്പറേഷനിലൂടെ അത് ഓവർകം ചെയ്യും അല്ലെ നമ്മള്. അപ്പോ സൗണ്ട് ഡിസ്റ്റർബൻസിന്റെ കാര്യം എല്ലാവരും മനസ്സിലും വേണം കേട്ടോ. ഓക്കെ, എല്ലാവരും നല്ല രീതിയിൽ ബുക്കുകളൊക്കെ വായിച്ച് നല്ല രീതിയിൽ എന്തില്ല ഡെവലപ്പ് ആവാനായിട്ട് ഞാൻ പറയാം. ബുക്സ് ഒക്കെ നന്നായിട്ട് വായിക്കാതെ എല്ലാവരും. ബുക്സ് ഒക്കെ കുറെ കാലങ്ങളായിട്ട് ബുക്സ് ഒന്നും കാണാത്ത കുറച്ച് ടീമുകളൊക്കെ ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പൊ എന്താണ് അവരൊക്കെ ഒരു ബുക്കെങ്കിലും വായിച്ചു തുടങ്ങാം. നമ്മൾ ജസ്റ്റ് ഒരു മാസം കൊണ്ട് ഒരു ബുക്ക് വായിച്ചു തീർത്താൽ മതി. ചെരുപ്പിന് ബുക്ക് വായിച്ചു തീർക്കണം എന്ന് പറയില്ല. അതൊക്കെ ബുക്കുകൾ വായിച്ചു തുടങ്ങിയാൽ മതി. ഓക്കെ ഓക്കെ, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്തത്. അതിൽ കുട്ടികൾക്ക് കോമൺ ആയിട്ട് കണ്ടുവരുന്ന കുറച്ച് അസുഖങ്ങളെ കുറിച്ച് ഞാൻ പരിചയപ്പെടുത്തി. വൂഫിംഗ് കഫ്, ഡിഫ്തീരിയ, ടെറ്റനസ്, പോളിയോ, ഡിസെൻട്രി, ഇത്രയും അസുഖങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞത് അല്ലേ. ഇനി അടുത്തൊരു ഡിസീസ് ആണ് ഏത്? ജോണ്ടിസ് അല്ലെ. ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു അസുഖമാണ് ഏത്? ജോണ്ടിസ് എന്ന് പറയുന്നത് അല്ലെ. അപ്പോ ജോണ്ടിസ് എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡിലെ ജെംസ് ആണ് ജോണ്ടിസ് എന്ന് പറയുന്ന അസുഖം കാരണമാക്കുന്നത്. ജോണ്ടിസ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഈസിലി സ്പ്രെഡ് ആവും. നമ്മള് കോവിഡിന്റെ ഒക്കെ സമയത്ത് നമ്മൾ ഐസൊലേഷൻ ഫോളോ ചെയ്ത് ഓർമ്മയുണ്ട്. ഐസൊലേഷൻ, ക്വാറന്റൈൻ, ഐസൊലേഷൻ ഒക്കെ ഓർമ്മയുണ്ടോ? ക്വാറന്റൈൻ ഒക്കെ ഇരുന്നിട്ടുണ്ട് അല്ലെ. അതേപോലെയാണ് ജോണ്ടിസ് ഉള്ള പേഷ്യന്റിനെ നമ്മുടെ ഫാമിലിയിലെ മറ്റു മെമ്പേഴ്സിനാർക്കും അസുഖം വരാതിരിക്കാനായിട്ട് ക്വാറന്റൈൻ ഇരുത്തണം. ആ ഒരു വ്യക്തി യൂസ് ചെയ്യുന്ന ഗ്ലാസോ പ്ലേറ്റോ നമ്മൾ യൂസ് ചെയ്യാനായിട്ട് പാടില്ല. യൂസ് ചെയ്യുന്ന ടോയ്ലറ്റും നമ്മൾ മാക്സിമം യൂസ് ചെയ്യാതിരിക്കാം. The germs affect the liver. നമ്മുടെ ലിവറിനെയാണ് ഈ ജോണ്ടിസിന്റെ ജേംസ് ഫസ്റ്റ് അഫക്ട് ചെയ്യുന്നത്. ലിവർ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓർഗൻ ആണ് നമ്മളുടെ ബോഡിനെ സംബന്ധിച്ച്. ഇങ്ങനെ കരള ആ ഒരു വേർഡ് നമ്മൾ എപ്പോഴും പറയാറുണ്ട് അല്ലെ. അത്രയും ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. ലിവർ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ഓർഗൻ ആണ്. നമ്മുടെ ഡൈജഷനിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് റോൾ വഹിക്കുന്ന ഒരു ഓർഗനും കൂടിയാണ് ലിവർ. നമ്മൾ കറക്റ്റ് ടൈമിൽ മെഡിക്കൽ എയ്ഡ് കൊടുക്കാൻ പറ്റിയില്ല, ട്രീറ്റ്മെന്റ് കറക്റ്റ് ടൈമിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആ വ്യക്തിക്ക് ഇന്റേണൽ ഓർഗൻസിന് ഡാമേജ് സംഭവിക്കും. ഇന്റേണൽ ഓർഗൻസ് മെയിൻലി അതിന്റെ വർക്കിങ്ങും കാര്യങ്ങളൊക്കെ സ്റ്റോപ്പ് ആവും. എസ്പെഷ്യലി നമ്മൾ പറയുകയാണെങ്കിൽ ലിവറിനെയാണ് ഫസ്റ്റ് എഫക്ട് ചെയ്യുന്നത്. അതിനുശേഷം നമ്മുടെ ബാക്കിയുള്ള ഇന്റേണൽ ഓർഗൻസിനെ അഫക്ട് ചെയ്യും. നമ്മൾ ജോണ്ടിസ് എന്ന് പറയുന്ന അസുഖത്തിന് ട്രീറ്റ്മെന്റ് അവൈലബിൾ ആണ്. സ്റ്റാർട്ടിങ് തന്നെ അത് ഐഡന്റിഫൈ ചെയ്തിട്ട് അത് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ആ ഒരു വ്യക്തിയെ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇനിയിപ്പോ ഫീവർ ഒക്കെ വന്നിട്ട് ഇപ്പൊ ഒരു പ്രാവശ്യം ഫീവർ വന്നു, നമുക്കത് മാറി, നമ്മൾ റിക്കവർ ചെയ്ത് വന്നു, വീണ്ടും ഫീവർ അടുപ്പിച്ച് വരാണെങ്കിൽ എന്തായാലും നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണം മെഡിസിൻസോ ആന്റിബയോട്ടിക്കോ ടേക്ക് ചെയ്യാനായിട്ട്. ഓക്കെ It is caused by various germs in blood and excreta of the patient. ജോണ്ടിസ് എന്ന് പറയുന്ന അസുഖം നമ്മളുടെ ബ്ലഡിനെ അല്ലെങ്കിൽ എക്സ്ക്രീറ്റ
പേഷ്യൻസിന്റെ എക്സ്ക്രീറ്റിലൂടെയൊക്കെയാണ് സാധാരണയായിട്ട് എന്ത് ചെയ്യുന്നത്, സ്പ്രെഡ് ആവുന്നത്. ഇപ്പൊ സപ്പോസ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ജോണ്ടിസ് ഉള്ള ഒരു വ്യക്തി യൂസ് ചെയ്ത ടോയ്ലറ്റ് മറ്റൊരു വ്യക്തി എന്ത് ചെയ്യാണ് യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു വ്യക്തിക്ക് ജോണ്ടിസ് എന്ന് പറയുന്ന അസുഖം വരാനുള്ള ചാൻസ് എന്താണ്, വളരെ കൂടുതലാണ്. ഓക്കെ, the germs mainly affect എന്താണ്, ലിവറിനെയാണ് ജോണ്ടിസ് എന്ന് പറയുന്നത്. മെയിൻലി അഫക്ട് ചെയ്യുന്ന എന്തിനെയാണ്, ലിവറിനെയാണ്. The medical aid is not properly given. കറക്റ്റ് ടൈമിൽ നമുക്ക് മെഡിക്കൽ എയ്ഡ് എടുക്കാൻ സാധിക്കാതെ വന്നു കഴിഞ്ഞാൽ the eyes become yellow in color. ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ കണ്ണൊക്കെ മഞ്ഞ കളറിൽ ആകുന്നതിനൊക്കെ ഇമേജ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. At this stage, activities of internal organ, especially the liver, become malfunctioning. Internal organs activities കാര്യങ്ങളൊക്കെ malfunctioning ആവും. Finally, the patient may even die. രോഗി മരണം വരെ സംഭവിക്കാവുന്ന ഒരു അസുഖമാണ്, മരണം വരെ അത്ര റിസ്കി ആയിട്ടുള്ള അസുഖം തന്നെയാണ് ജോണ്ടിസ് എന്ന് പറയുന്നത്. So the treatment should be given in starting itself. സാധാരണയായി ഇതിന്റെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ എന്ത് ചെയ്യണം, കൊടുക്കണം. ജോണ്ടിസിന് നമ്മുടെ മലയാളത്തിൽ പറയുന്നത് മഞ്ഞപ്പിത്തം എന്നാണ്. രക്തത്തിൽ ബിലൂറുബിൻ എന്ന പദാർത്ഥത്തിന് കൂടുന്നത് മൂലം കണ്ണുകളുടെ വെള്ളയും ചർമ്മവും മഞ്ഞ നിറമാവുന്ന ഒരു അവസ്ഥയാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു രോഗമല്ല, മറിച്ച് കരളിന്റെ തകരാറുകൾ പോലുള്ള മറ്റ് രോഗലക്ഷണമാണ്. കരളിനെ അഫക്ട് ചെയ്യുന്ന ഒരു ഒരു അവസ്ഥ തന്നെയാണ് എന്ത്, മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത്. സോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, മഞ്ഞപ്പിത്തം വരുന്ന സമയത്ത് നമ്മള് ഫുഡും കാര്യങ്ങളൊക്കെ കറക്റ്റ് ടൈമിൽ എടുക്കണം. ഒരു നല്ല രീതിയിൽ സാധാരണ പണ്ടൊക്കെ നമ്മൾ ആയുർവേദത്തിലൊക്കെയായിരുന്നു ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോ അത് എന്താണ്, അതിനേക്കാൾ ആ സമയത്ത് നമ്മളോട് പഥ്യം എടുക്കാൻ പറയും ഇല്ലേ. ശരിക്കും പറഞ്ഞാൽ അവിടെ ട്രീറ്റ്മെന്റ് അല്ല അവിടെ ഫോളോ ചെയ്യുന്നത്, പഥ്യം ഫോളോ ചെയ്യാൻ പറയും. എന്ന് വെച്ചാല് അവര് നമ്മള് കഴിക്കുന്ന ഫുഡ് കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെയും നമുക്കിത് ഓവർകം ചെയ്യാനായിട്ട് പറ്റും. കാരണം നമ്മള് എന്താണ് നല്ല രീതിയിൽ റെസ്റ്റ് ചെയ്തു, അതേപോലെ തന്നെ ഇപ്പൊ നമ്മൾ സാധാരണയായിട്ട് വയ്യായ്മയൊക്കെ വരുമ്പോൾ നമ്മൾ കുറച്ച് ഭക്ഷണത്തിന്റെ അളവ് കുറയ്ക്കും. കുത്തരിച്ചോറ് കഞ്ഞിയൊക്കെ ആക്കി കുടിക്കുന്ന ഒരു പരിധി വരെ നമുക്കിത് ഓവർകം ചെയ്ത് വരാനായിട്ട് സാധിക്കും. സാധാരണയായിട്ട് ഹെപ്പറ്റൈറ്റിസ് എ ആൻഡ് ഹെപ്പറ്റൈറ്റിസ് ഇ വൈറസുകൾ മൂലമാണ് സാധാരണയായിട്ട് മഞ്ഞപ്പിത്തം എന്ന് പറയുന്ന അസുഖം സ്പ്രെഡ് ചെയ്യുന്നത്. അണുബാധ വെള്ളത്തിലൂടെയോ അല്ലെങ്കിൽ ഭക്ഷണത്തിലൂടെയോ ഇത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഇത് സാധാരണ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഈസിലി സ്പ്രെഡ് ആവും. മലിനമായ ജലം, അതുപോലെ മലിനമായ വെള്ളം, പിന്നെ മലിനമായ ഭക്ഷണം, ശുചിത്വക്കുറവ്. ഞാൻ പറഞ്ഞ പോലെ നമ്മൾ പേഷ്യന്റ് എക്സ്പീരിയൻസ് ഒക്കെ വരെ സ്പ്രെഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മള് ടോയ്ലറ്റ് പോയതിനു ശേഷം നല്ല രീതിയിൽ ഹാൻഡൊക്കെ നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ വരുന്നതെങ്കിൽ നമുക്ക് പരിധി വരെയും അത് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു അസുഖം വരുന്നതിന്റെ ഒരു എന്താ പറയാ ഇമ്പോർട്ടൻസ് നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. നമുക്ക് കറക്റ്റ് ആയിട്ട് നമ്മൾ ഹൈജീൻ ആയിരിക്കണം. മലിനമായ ജലമോ മലിനമായ ഭക്ഷണമോ കഴിക്കാതിരിക്കുക. ട്രീറ്റ്മെന്റ് നമ്മൾ ഏറ്റവും ആദ്യം തന്നെ ഇപ്പൊ കണ്ണിലൊക്കെ ചെറിയൊരു മഞ്ഞരാശി തന്നെ വരുമ്പോ തന്നെ നമ്മൾ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യണം. ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാതെ വരുമ്പോ എന്താണ് നമ്മൾ അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ വൈകി കഴിഞ്ഞാൽ പേഷ്യന്റിന് മരണം വരെ സംഭവിക്കാവുന്ന ഒരു അസുഖം തന്നെയാണ് ജോണ്ടിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഒന്ന് ജോണ്ടിസ് വായിച്ചു നോക്കുവോ? എല്ലാവരും വായിച്ചു നോക്കി. ഓക്കെ, നമ്മള് മലേറിയ എന്ന് പറയുന്ന അസുഖത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ഓക്കെ, ആരാണ് മലേറിയ എന്ന് പറയുന്ന അസുഖം സ്പ്രെഡ് ചെയ്യുന്നതിന് മെയിൻ ആയിട്ടുള്ള കാരണം?
അറിയോ? വോയിസ് ഇതാണല്ലേ, ഞാൻ പറയാം. മൊസ്കിറ്റോസ് വഴിയാണോ മലേറിയ സ്പ്രെഡ് ചെയ്യുന്നത്? അല്ലെ, മൊസ്കിറ്റോസ് വഴിയാണ് അല്ലെ മലേറിയ സ്പ്രെഡ് ചെയ്യുന്നത്. ഓക്കെ, ഏത് മൊസ്കിറ്റോസ് ആണെന്ന് അറിയാമോ? ഇല്ല ഇല്ല അല്ലെ. ഇൻഫെക്റ്റഡ് ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോസ് ആണ് മലേറിയ സ്പ്രെഡ് ചെയ്യുന്നത്. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ, അനോഫിലസ് മൊസ്കിറ്റോസ്. ഇൻഫെക്റ്റഡ് ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോസ് ആണ്. അത് മൊസ്കിറ്റോന്റെ പേരാണ് എന്ത്? അനോഫിലസ് mosquitoes. Infected mosquito, Anopheles species. എവിടെയായിട്ടുണ്ട് ഇത് കാണാൻ പറ്റുന്ന എനിക്കറിയില്ല. കാണാൻ പറ്റുന്നുണ്ടോ? നോട്ട് ചെയ്യാൻ പറ്റുമോ? അതിന്റെ പേര് ഇൻഫെക്റ്റഡ് ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോസ് ആണ് ഈ ഒരു അസുഖം സ്പ്രെഡ് ചെയ്യുന്നത്. നോട്ട് ചെയ്ത്. ഓക്കെ, സാധാരണയായിട്ട് ശക്തമായ പനി, മൊസ്കിറ്റോ ബൈറ്റിന് ശേഷം നല്ല ശക്തമായ പനി, വിറയലോടുകൂടിയ പനിയായിരിക്കും. നമ്മള് എന്താ പറയാ, ഭയങ്കര ഷിവറിങ്ങും കാര്യങ്ങളൊക്കെ വരും. പിന്നെന്താണ് തലവേദന, ഛർദി, ഇതൊക്കെ എന്താണ് മലേറിയയുടെ ലക്ഷണങ്ങളാണ്. നൈറ്റ് ബീറ്റിംഗ് മൊസ്കിറ്റോസ് ആണ് സാധാരണയായിട്ട് എന്താണ് നമ്മളെ ഈ മലേറിയ എന്ന് പറയുന്ന അസുഖങ്ങൾ സ്പ്രെഡ് ചെയ്യാനായിട്ട് മെയിൻ ആയിട്ടുള്ള കാരണം. രാത്രികാലങ്ങളിലാണ് അനോഫിലസ് മൊസ്കിറ്റോസ് എന്ത് ചെയ്യുന്നത്? ബൈറ്റ് ചെയ്യുന്നത്. ആ ബൈറ്റിനൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. സാധാരണ നമ്മളെ കൊതുക് ബൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരുന്നതിനേക്കാൾ കുറച്ചും കൂടി വലിപ്പമുള്ള ഒരു റൗണ്ട് കാര്യങ്ങളൊക്കെ ആയിരിക്കും വരുന്നത്. നമ്മൾ ചിലപ്പോൾ ഇത് കൊതുക് തന്നെയാണോ നമ്മൾ കുത്തിയത്, എനിക്ക് വേറെ എന്തോ ആണോ? അപ്പോ മേ ബി കൊതുക് തന്നെ ആവണം, കൊതുക് തന്നെ ആയിരിക്കും. ഏത് കൊതുകായിരിക്കും? അനോഫിലസ് മൊസ്കിറ്റോസ് ആയിരിക്കും. നമ്മുടെ ബോഡിയിലേക്ക് ഈ മൊസ്കിറ്റോസ് ബൈറ്റ് ചെയ്യുമ്പോൾ ജേംസ് ബോഡി ബ്ലഡ് സ്ട്രീമിലേക്ക് എൻ്റർ ആവും. ഈ പാരസൈറ്റ്സ്, ആ അനോഫിലസ് മൊസ്കിറ്റോസിൽ മലേറിയ സ്പ്രെഡ് ചെയ്യുന്ന പാരസൈറ്റ്സ് ഉണ്ട്. അത് നമ്മുടെ ബോഡി സ്ട്രീമിലേക്ക്, ബ്ലഡ് സ്ട്രീമിലേക്ക് എൻ്റർ ആവും. ഫസ്റ്റ് ഓഫ് ഓൾ അത് അറ്റാക്ക് ചെയ്യുന്നത് നമ്മുടെ RBCനെയാണ്, റെഡ് ബ്ലഡ് പ്രോസസ്സിനെയാണ്. മെയിനായിട്ട് RBCനെ അഫക്ട് ചെയ്യും. ദെൻ നമുക്ക് പിന്നെ ഈ പറഞ്ഞ സിംറ്റംസ് ആയിരിക്കും വരുന്നത്. എന്തൊക്കെയാണ്? ഹെഡേക്ക്, റിക്കറന്റ് ഫീവർ, വീക്ക്നെസ് ഓഫ് ലിംസ്. പിന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ മലേറിയ എന്ന് പറയുന്ന അസുഖം വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ മൊസ്കിറ്റോസ് ആണ് മെയിൻ ആയിട്ട് നമുക്ക് മലേറിയ സ്പ്രെഡ് ചെയ്യുമെന്ന് പറയും. അപ്പൊ മൊസ്കിറ്റോസിന്റെ ബൈറ്റ് നമുക്ക് ഒരു പരിധി വരെ ഒഴിവാക്കാൻ സാധിക്കും അല്ലേ? അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതെല്ലാം ചെയ്യാം. നമുക്ക് റൂമുകളിൽ വിൻഡോസുകൾ നല്ല രീതിയിൽ എന്ത് ചെയ്യാം? ക്ലോസ് ചെയ്യാം. നിങ്ങൾ വിൻഡോസിനുള്ളിൽ കൂടെ അല്ലെങ്കിൽ വിൻഡോസിന്റെ വിടവിലൂടെ ഒന്നും കൊതുകുകൾ അകത്ത് കയറില്ല എന്ന് ഉറപ്പുവരുത്താം. ഫ്രണ്ട് ഡോറിൽ നമുക്ക് നെറ്റ് ഫിറ്റ് ചെയ്യാം. അങ്ങനെ നമുക്കൊരു പരിധി വരെയും മോസ്കിറ്റോസ് നമ്മുടെ റൂമിൽ എൻ്റർ ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യാം. രണ്ടാമത് നമ്മളുടെ പരിസരം അല്ലെ, പരിസരം നല്ല രീതിയിൽ എന്ത് ചെയ്യാം? നല്ല രീതിയിൽ വൃത്തിയായി സൂക്ഷിക്കാം. ഞാൻ നമ്മള് ഒരു കഴിഞ്ഞ ദിവസം നിങ്ങളുടെ അവിടെ ഉണ്ടോന്ന് എനിക്കറിയില്ല, ഞങ്ങളുടെ നാട്ടിൽ ഇന്ന് ഡ്രൈ ഡേ ആയിട്ട് ആചരിക്കുന്നുണ്ട്. ഡ്രൈ ഡേ എന്നത് വേറെ ഒന്നും ചിന്തിക്കേണ്ട. ചുറ്റുപാട് നല്ല രീതിയിൽ വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് സ്കൂളുകളിലാണ്, നാളെ ഗവൺമെന്റ് സ്ഥാപനങ്ങളും പരിസരങ്ങളുമാണ്. പിന്നെ സൺഡേ എന്ന് പറയുമ്പോൾ അത് വീടുകളിലേക്കാണ് ഡ്രൈ ഡേ ആചരിക്കുന്നത്. നമ്മുടെ ചുറ്റുപാട് നല്ല രീതിയിൽ എന്ത് ചെയ്യാം? ക്ലീൻ ആക്കുക. ന്യൂസിൽ കണ്ടു. ഓക്കെ, നല്ല രീതിയിൽ ക്ലീൻ ചെയ്യുക. കൊതുകുകൾ വളരാൻ
ക്രിയേറ്റ് ചെയ്യുന്ന സാഹചര്യങ്ങൾ അവോയ്ഡ് ചെയ്യുക. ഒരു പരിധിവരെ നമുക്ക് മൊസ്കിറ്റോസിന്റെ ബൈറ്റ്സും കാര്യങ്ങളും ഒരു പരിധിവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, നിങ്ങളും അത് തന്നെ ഫോളോ ചെയ്യാം. നമ്മുടെ ചുറ്റുപാട് നല്ല രീതിയിൽ ഹെൽത്തിയും ക്ലീനുമുള്ള ഒരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യാം. കൊതുകൾക്ക് വളരുന്ന ഒരു സാഹചര്യം നമുക്ക് പൂർണ്ണമായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും. മൊസ്കിറ്റോസ് ആർ മെയിൻലി ലയബിൾ ഫോർ സ്പ്രെഡിങ് ഓഫ് ദിസ് ഡിസീസ്. ഈ ഒരു അസുഖം സ്പ്രെഡ് ചെയ്യാനായിട്ട് മെയിൻലി ലയബിൾ ആയിട്ടുള്ള പേഴ്സൺസ് ആണ് മൊസ്കിറ്റോസ് ആണ്. When the mosquito bites, mosquito bite ചെയ്യുമ്പോൾ മൊസ്കിറ്റോയുടെ ബോഡിയിലുള്ള the parasite, the germ get in the bloodstream and then the red blood corpuscles നമ്മളുടെ ബ്ലഡ് സ്ട്രീമിലേക്ക് എൻ്റർ ആവുകയും നമ്മുടെ RBCനെ അത് അറ്റാക്ക് ചെയ്യുകയും ചെയ്യും. സിവിയർ ഹെഡേക്ക്, റിക്കറന്റ് ഫീവർ, വീക്ക്നെസ് ഓഫ് ബോഡി എക്സെട്ര ആർ കോമൺ സിംറ്റംസ്. ഇതെല്ലാമാണ് കോമൺ സിംറ്റംസ് ആയിട്ട് മലേറിയയ്ക്ക് പറയുന്നത്. ഒന്ന് റീഡ് ചെയ്യോ? റീഡ് ചെയ്തോ? ഓക്കെ, എല്ലാവരും വായിച്ചു. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു അസുഖമാണ് ടൈഫോയിഡ്. കേട്ടിട്ടുണ്ടോ? ടൈഫോയിഡ് കേട്ടിട്ടുണ്ട്. മലയാളം മീനിങ് അറിയാവോ? മലയാളത്തിൽ എന്താണ് പറയുന്നത്? പല പേരുകൾ പറയുന്നുണ്ട്. അറിയും? അറിയാവുന്ന ഒരാളുണ്ട്. ജസ്റ്റ് ഞാൻ വോയിസ് മാറ്റാം. ടൈഫോയിഡിന്റെ വേറെ നെയിം അറിയുന്ന ആരൊക്കെയുള്ളത്? അറിയോടാ? ആർക്കെങ്കിലും അറിയോ ടൈഫോയിഡ്? 5-ാം പനി മീസിൽസ് ആടാ? അല്ല. വിഷജ്വരം, കുടൽ ജ്വരം എന്നൊക്കെ പറയും. കേട്ടിട്ടുണ്ടോ? പണ്ടത്തെ ആൾക്കാർ പറഞ്ഞ പേരാ. ഇല്ല, കേട്ടിട്ടില്ല. നമുക്ക് ടൈഫോയിഡ് തന്നെ പഠിക്കാം അല്ലെ? മിക്ക നമ്മുടെ പേരുകൾ, മലയാളത്തിലുള്ള അസുഖങ്ങളുടെ പേരുകളൊക്കെ നമ്മൾ കോമൺലി ഇപ്പൊ ഇംഗ്ലീഷിൽ തന്നെ യൂസ് ചെയ്യും. ഇതൊരു ബാക്ടീരിയ മൂലം വരുന്നൊരു അസുഖമാണ്, രോഗമാണ് ഏത് ടൈഫോയിഡ് എന്ന് പറയുന്നത്. സാൽമണല്ല ടൈഫി എന്ന് പറയുന്ന ബാക്ടീരിയയാണ് ഈ രോഗത്തിന് കാരണമാകുന്നത്. രോഗലക്ഷണങ്ങൾ അല്ലെങ്കിൽ പടരുന്ന രീതി എന്ന് പറയുന്നത് മലിനമായ വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയുമാണ് ഈ ഒരു അസുഖം കോമൺലി എന്ത് ചെയ്യുന്നത്, പടരുന്നത്. മറ്റുള്ളവരിലേക്ക് പടരുന്നത് എങ്ങനെയാണ്? കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വാട്ടർ അല്ലെങ്കിൽ ഭക്ഷണത്തിലൂടെയാണ് സാധാരണയായിട്ട് ടൈഫോയിഡ് എന്ന് പറയുന്ന അസുഖം എന്ത് ചെയ്യുന്നത്, സ്പ്രെഡ് ആകുന്നത്. കഠിനമായ പനി, തലവേദന, വയറുവേദന, അമിതമായ ക്ഷീണം, വയറിളക്കം അല്ലെങ്കിൽ മലബന്ധം. ചില കേസുകളിൽ ലൂസ് മോഷൻ ആയിരിക്കും, ചില കേസുകളിൽ കോൺസ്റ്റിപ്പേഷൻ ആയിരിക്കും. അത് മാറി മാറി വരും. ചിലർക്ക് ലൂസ് മോഷൻ ആണെങ്കിൽ ചില വ്യക്തികളിൽ കോൺസ്റ്റിപ്പേഷൻ ആണ് ടൈഫോയിഡിന്റെ ലക്ഷണമായിട്ട് പറയുന്നത്. അല്ലെങ്കിൽ മലബന്ധം എന്നിവയാണ് ഇതിന്റെ പ്രധാനമായിട്ടുള്ള ലക്ഷണങ്ങൾ. ഓക്കെ, ടൈഫോയിഡ് വരുന്നതിന് കാരണം എന്താണ്? കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വാട്ടർ യൂസ് ചെയ്യുന്നതിലൂടെയാണ് ഈ ടൈഫോയിഡ് എന്ന് പറയുന്ന അസുഖം മറ്റുള്ളവരിലേക്ക് സ്പ്രെഡ് ആകുന്നത്. ടൈഫോയിഡ് ഫീവർ ഇസ് കോസ്ഡ് ബൈ ഏത് ബാക്ടീരിയ ആണ്? സാൽമണോല ടൈഫി. അത് നമുക്ക് നോക്കാം. കാണാൻ പറ്റുന്ന ഇല്ലെങ്കിൽ പറയുന്നു കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടോ? ഈ ഒരു ബാക്ടീരിയ ആണ് ടൈഫോയിഡ് ഫീവറിന് കാരണം. സാൽമണോല ടൈഫി ബാക്ടീരിയ സാധാരണയായിട്ട് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള എയറിലൂടെയൊക്കെയാണ്, കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള എയർ അല്ല, സോറി, വാട്ടർ ആൻഡ് ഫുഡിലൂടെയാണ് ഇത് മെയിൻലി സ്പ്രെഡ് ആവുന്നത്. ഇനി ഞാൻ പറഞ്ഞു, ജോണ്ടിസ് എന്ന് പറയുന്ന അസുഖം മെയിൻലി അഫക്ട് ചെയ്യുന്നത് ഏത് ഇന്റേണൽ ഓർഗനെയാണ്? ലിവറിനെയാണ്. മ്യൂട്ട് മാറ്റിയിട്ടുണ്ട്. എല്ലാവരും മ്യൂട്ടായാൽ മാത്രമേ ഞാൻ പറയുന്ന വോയിസ് ക്ലിയർ ആവുള്ളൂ.
അബിത പറഞ്ഞോടാ. മിസ് ഇതിൽ ഏത് ബോഡി പാർട്ടിലാണ് ഇത് ഇൻഫെക്ഷൻ വരുന്നുള്ളത്? മെയിൻലി സ്പ്രെഡ് ചെയ്യുന്നത് നമ്മുടെ സ്മോൾ ഇൻഡസ്റ്റൈൻ ഇല്ലേ, സ്മോൾ ഇൻഡസ്റ്റൈനെയാണ് ഇത് ഫസ്റ്റ് എന്ത് ചെയ്യുന്നത്, അഫക്ട് ചെയ്യുന്നത്. മെയിൻലി അഫക്ട് ചെയ്യുന്നത് നമ്മുടെ സ്മോൾ ഇൻഡസ്റ്റൈനെയാണ്. ഓക്കെ, നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ? നമുക്ക് ടെസ്റ്റിലേക്ക് പോവാം. This disease propagated through water, dust, etc. നമ്മള് ടെസ്റ്റ് അറിയാം, വാട്ടറിലൂടെയാണ് മെയിൻ ആയിട്ട് എന്ത് ടൈഫോയിഡ് എന്ന് പറയുന്ന അസുഖം സ്പ്രെഡ് ചെയ്യുന്നത്. Flies also helps in spread of this disease. ഈച്ചകളും ഈ ഒരു അസുഖം സ്പ്രെഡ് ചെയ്യാനായിട്ട് ചില സമയങ്ങളിൽ കാരണമാവാറുണ്ട്. Headache, body pain, bleeding etc. are the common symptoms. നമ്മൾ ഹെഡേക്ക്, ബോഡി പെയിനും, ഫീവറും, ബ്ലീഡിംഗ് ഒക്കെ നമ്മുടെ ബ്ലീഡിംഗ് ഒക്കെ ഇതിന്റെ കോമൺ ആയിട്ടുള്ള സിംറ്റംസ് ആണ്. Sometimes the motion will be loose. There may be vomiting. ചില സമയങ്ങളിൽ ലൂസ് മോഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷനും സാധാരണയായിട്ട് റിപ്പോർട്ട് ചെയ്യാം. ചില കേസുകളിൽ കോൺസ്റ്റിപ്പേഷൻ ആണ്, മോഷൻ പോകാൻ പറ്റാത്തൊരവസ്ഥ, ആ ഒരു സിറ്റുവേഷൻ വരാറുണ്ട്. വോമിറ്റിംഗ് സാധാരണയായിട്ട് കാണാറുണ്ട്. Gradually, lip and tongue will become dry. നമ്മുടെ ചുണ്ടും നാവും ഭയങ്കരമായിട്ട് ഡ്രൈ ആവുന്നത് നമുക്ക് ഡ്രൈ ആയിരിക്കും. ഇത് റിമെയിൻസ് ഫോർ ഡേയ്സ്, ഒരു 3 മുതൽ 4 ആഴ്ച വരെയും സാധാരണയായി ഈ അസുഖം ആ ഒരു പേഷ്യന്റിൽ വന്നു കഴിഞ്ഞാൽ അത് ഇത്രയും നാൾ കഴിയുമ്പോഴേ മാറാറുള്ളൂ സാധാരണയായിട്ട്. പേഷ്യന്റിന്റെ എക്സ്പീരിയൻസിലൂടെ അല്ലെങ്കിൽ നമ്മൾ പേഷ്യൻസ് ഒരാൾ ടൈഫോയിഡ് ഉള്ള ഒരു വ്യക്തി യൂസ് ചെയ്ത ടോയ്ലറ്റ് യൂസ് ചെയ്യുന്നതിലൂടെ ഹ്യൂമൻ ടു ഹ്യൂമൻ സ്പ്രെഡ് ചെയ്യുന്ന ഒരു അസുഖമാണ് ഏത് ടൈഫോയിഡ് എന്ന് പറയുന്നത്. ടൈഫോയിഡ് 5-ാം പനിയല്ല, 5-ാം പനി പോലെ തന്നെ റോസ് കളറിലെ സ്പോട്ടുകൾ, റോസ് കളറിലെ സ്പോട്ടുകൾ നമ്മുടെ ബോഡിയിലെ പല ഭാഗത്തായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ടൈഫോയിഡ് വന്നിട്ടുണ്ടെങ്കിൽ എന്താണ് റോസ് കളറിലെ സ്പോട്ട്, ജസ്റ്റ് മീസിൽസിന്റെ ആ ഒരു ഡോട്ട്സിനേക്കാൾ കുറച്ച് വ്യത്യാസം ഉണ്ട് അതിന്. നോക്കട്ടെ, കാണിച്ചിട്ടില്ല ഡെയിലി റോസ് സ്പോട്ട്സ് എടുത്ത് കാണിച്ചിരുന്നത്. റോസ് കളറിലെ സ്പോട്ട് എല്ലാവർക്കും ഈ സ്പോർട്സ് വരുമോ? ശരീരത്തിലെ ഈ സിംറ്റംസ് വരും ഉണ്ടാവില്ലല്ലോ? അങ്ങനെയില്ല, കോമൺ ആയിട്ട് കാണാറുണ്ട്. നമ്മൾ എല്ലാവർക്കും റോസ് സ്പോട്ട് വരണമെന്നില്ല. അപ്പൊ നമ്മള് അറിയാതെ തന്നെ നമ്മളൊരു കാരിയർ ആയിട്ട് മാറും. ഈ റോസ് സ്പോട്ട് ഒന്നും വരാതെ ആവുമ്പോൾ നമ്മൾ ശരിക്കും സാധാരണ ഫീവർ ആണ് എന്ന് വിചാരിക്കും. നമ്മള് അതിന്റെ ഒരു കാരിയർ ആയിട്ട് മാറും. അങ്ങനെയും ഇൻസിഡൻസ് വന്നിട്ടുണ്ട്. നമ്മള് ഈ അസുഖം നമുക്ക് ഉണ്ട് എന്നറിയാതെ സ്പ്രെഡ് ചെയ്ത കുറച്ച് കേസുകൾ വന്നിട്ടുണ്ട്. ഓക്കെ, ഒന്ന് അത് എടുത്ത് നോക്കൂ ടൈഫോയിഡ്. അതിൽ അവിടെ നോട്ട് ചെയ്യേണ്ടത് മെയിൻ ആയിട്ട് ടൈഫോയിഡ് ഏത് ബോഡി പാർട്ടിനെയാണ് അഫക്ട് ചെയ്യുന്നത് എന്നത് കേട്ടോ. മാം, ഇതിന് വാക്സിൻ വല്ലതും ഉണ്ടോ? വാക്സിൻ അവൈലബിൾ ആണ്. നമുക്ക് ടൈഫോയിഡിനെതിരെ വാക്സിൻ അവൈലബിൾ ആണ്. നമുക്കൊരു 80% പ്രൊട്ടക്ഷൻ, അസുഖം വരില്ല എന്നല്ല പറയുന്നത്, 80% ഓഫ് പ്രൊട്ടക്ഷൻ നമുക്ക് ഈ വാക്സിൻ എടുക്കുന്നതിലൂടെ നമുക്ക് എന്താണ് ഗെയിൻ ചെയ്യാനായിട്ട് പറ്റും. മാം, വാക്സിന്റെ പേരൊന്ന് പറയുമോ? ടൈഫോയിഡ് വാക്സിൻ തന്നെയാണ് പറയുന്നത് കേട്ടോ. എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, ഞാൻ പറയാനുള്ളത് ടൈഫോയിഡ് വാക്സിൻ തന്നെയാണ് പറയുന്നത്. ഓക്കെ, താങ്ക് യു. ഒന്ന് റീഡ് ചെയ്ത് നോക്കട്ടോ. മാം, പറഞ്ഞോ. നമ്മള് ചെറുതിലെ കുഞ്ഞുങ്ങൾക്ക് DPT എന്ന് പറഞ്ഞ ഒരു വാക്സിൻ എടുക്കില്ലേ?
അതില് ഉൾപ്പെടുത്തില്ലേ? ഇത് ടൈഫോയിഡിന്റെയും കൂടെ അല്ലേ ഉൾപ്പെട്ടതല്ലേ? അത് ടെറ്റനസ് ആണ്. ഡിഗ്രിയില് ഡിഫ്തീരിയ, പെർട്യൂസിസ് ആൻഡ് ടെറ്റനസ് ആണ്. ഡിഫ്തീരിയ, പെർട്യൂസിസ് ആൻഡ് ടെറ്റനസ്. ടൈഫോയിഡിന് വാക്സിൻ എടുക്കാറില്ല. പിന്നെ മിക്ക വാക്സിൻസും ചിലതൊക്കെ നമ്മള് കോസ്റ്റ്ലി ആണ്. അല്ലെങ്കിൽ നമ്മൾ ഗവൺമെന്റ് പറയുന്ന വാക്സിൻസ് കമ്പൽസറി ആയിട്ട് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കണം എന്ന് പറയുന്ന മാം, ഹെപ്പറ്റൈറ്റിസ് വാക്സിൻ മോന് പണ്ട് എടുത്തിരുന്നു. അത് 10,000 എത്രയോ ആണ് അതിന്റെ കോസ്റ്റ്. അന്ന് ഭയങ്കര കോസ്റ്റ്ലി ആയിരുന്നു. വന്നിട്ടുണ്ടായിരുന്നോ? അല്ലെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ എടുക്കാനുള്ള കാരണം? അത് മോന് അങ്ങനെ ജോണ്ടിസ് അതൊന്നും വരണ്ട പറഞ്ഞിട്ട് ഞങ്ങള് വാക്സിൻ ഓൾറെഡി എടുത്തതായിരുന്നു കുഞ്ഞിലെ. ജനിച്ച സമയത്ത് അങ്ങനെ എന്തെങ്കിലും? ഇല്ല, അങ്ങനെയൊന്നും ഇല്ല. അല്ല അത് വരാണ്ടിരിക്കാൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. എന്നുവെച്ചാല് ഇപ്പൊ നമ്മൾ എടുക്കുന്നത് ഇമ്മ്യൂണൈസേഷൻസ് ഒക്കെ ഫ്രീ ആയിട്ട് നമ്മൾ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഇമ്മ്യൂണൈസേഷൻസ് ആണ് സാധാരണയായിട്ട് നമ്മൾ എടുക്കാറ്. പിന്നെയും നമ്മൾ ഇന്ന വാക്സിനെ കൂടി എടുക്കണം എന്ന് പറയുമ്പോൾ ചില സിറ്റുവേഷനിൽ എടുക്കാറില്ല എനിക്ക് പാരന്റ്സും. അപ്പോ വാക്സിൻസ് എടുക്കുന്നത് നല്ലതാണ്. നമ്മൾ നമ്മുടെ പീഡിയാട്രീഷ്യനോട് കൺസൾട്ട് ചെയ്തിട്ട് കുട്ടികൾക്ക് ഞാനിപ്പോ പീഡിയാട്രീഷ്യനെ കൺസൾട്ട് ചെയ്തിട്ടാണ് അപ്പൊ അവര് അത് ചെയ്തോളൂ പറഞ്ഞു. അത് ഭാവിയിൽ നല്ലതല്ലേ പറഞ്ഞിരുന്നു. നമ്മളെ പീഡിയാട്രീഷ്യനോട് ചോദിച്ചിട്ട് വേറെ എന്തെങ്കിലും വാക്സിൻ എടുക്കണമെന്ന് ചോദിച്ചിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഓക്കെ. എല്ലാവരും വായിച്ചു എന്ന് വിചാരിക്കുന്നു. ഞാൻ മീസിൽസ് എന്ന് പറയുന്ന അസുഖത്തെ കുറിച്ചിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാം. മീസിൽസ് എന്ന് പറയുന്ന അസുഖം ചിലപ്പോൾ പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല, പക്ഷെ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും. അഞ്ചാം പനി അല്ലെ? അഞ്ചാം പനി കുറച്ച് സീരിയസ് ആണ്. മീസിൽസ് എന്ന് പറയുന്ന അസുഖത്തിന് വൈറസിന്റെ പേരും മീസിൽസ് തന്നെയാണ്. സാധാരണയായിട്ട് അഞ്ചാം പനി വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 2 വാക്സിൻസ് ആണ് കോമൺലി കുട്ടികൾക്ക് എടുക്കുന്നത്. 9ാം മാസത്തിൽ 9 months ഉള്ള സമയത്ത് MR വാക്സിൻ എടുക്കും. മീസിൽസ് റുബെല്ല വാക്സിൻ 9 months കുട്ടികൾക്ക് എടുക്കാറുണ്ട്. MR വാക്സിൻ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. 1.5 വയസ്സിൽ നമ്മൾ MMR വാക്സിൻ എടുക്കും. വാക്സിന്റെ പേരെന്താണ്? MMR വാക്സിൻ. മീസിൽസ്, മംസ് ആൻഡ് റുബെല്ല. എന്താ മംസ് എന്ന് പറയുന്ന അസുഖം? മംസ് മന്തുരോഗം മന്തല്ല. മുണ്ടിനീരാണോ? മുണ്ടിനീര്. സാധാരണയായിട്ട് കുട്ടികളിൽ കണ്ടുവരുന്ന ഒരു എപ്പിഡമിക്സ് ആണ് ഏത്? മംസ് എന്ന് പറയുന്നത് അല്ലെ? കോമൺലി വരാറുണ്ട്. ഞങ്ങളുടെ അടുത്തൊരു സ്കൂളില് ഒരു കുട്ടിക്ക് ആദ്യം വന്നത് മംസ്. അത് വന്നതിന് ശേഷം ആ സ്കൂളിൽ ഭൂരിഭാഗം കുട്ടികൾക്കും അവരെ സുഖമായിട്ട് അവർ ഫുള്ളായിട്ട് 2 ആഴ്ചത്തേക്ക് ക്ലാസ് ഇല്ലാതെ കഴിഞ്ഞ എക്സാമിന് മുമ്പായിട്ട്, കഴിഞ്ഞ മെയിൻ എക്സാമിന് നമ്മള് വെക്കേഷന് മുമ്പായിട്ട് 2 ആഴ്ചയുടെ ലോക്ക്ഡൌൺ ആയിരുന്നു. അത് കഴിഞ്ഞ് കുട്ടികൾ വന്നത് നേരെ എക്സാം എഴുതാനാ. എന്റെ മോക്ക് വന്നിട്ടുണ്ട് മിസ്സേ. ക്ലാസ്സിൽ ഒരു കുട്ടിക്ക് വന്നതാണ്, ആ ക്ലാസ്സിലത്തെ മൊത്തം കുട്ടികൾക്കും ആയി അതിന് ശേഷം. അതങ്ങനെയല്ല, ഭയങ്കര ഈസിലി സ്പ്രെഡ് ആകുന്ന ഒരു അസുഖം. ചെറുപ്പത്തിൽ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ സമയത്ത് വെക്കേഷൻ സമയത്ത് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് എനിക്ക് കിട്ടിയതാണ്. പക്ഷെ എന്റെ അമ്മ ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആയിരുന്നു അന്ന്. ഇന്നും അതേട്ടാ. ഞങ്ങള് വീട്ടില് ഒരാൾക്ക് പനി വന്നെന്ന് വിചാരിക്കും, ആ ഒരു വ്യക്തി മറ്റുള്ളവരിൽ നിന്ന് മാറി നിൽക്കണം എന്നാണ് അമ്മയുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ. അന്നും അതെ ഇന്നും അതേട്ടോ. അന്ന് എനിക്ക് മംസ് വന്ന സമയത്ത് എന്നെ മാറ്റി ഇങ്ങോട്ട് നിർത്തി. ഇളയത് അനിയത്തിക്കുട്ടിയാണ്, ഇപ്പോൾ ചെറുതാണ്. അവർക്ക് വരാതിരിക്കാൻ വേണ്ടി അമ്മ പറഞ്ഞു, നീ ഇവിടെ നിന്നാ മതി, നീ ഇവിടെ ഒരു ചെറിയൊരു റൂം പോലെയാണ്, അവിടെ നിന്നാ മതി, എന്ത് ഫുഡ് വേണമെങ്കിലും ഞാൻ കൊണ്ടുതരാം, എല്ലാം ചെയ്തു തരാം, നീ പുറത്തോട്ട് ഇറങ്ങാൻ പാടില്ല. പണ്ട് നമ്മൾ കോവിഡിന്റെ സമയത്ത് നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ടല്ലോ ഐസൊലേഷൻ, ക്വാറന്റൈൻ ഒക്കെ. അത് ഞാൻ അന്ന് എത്ര 2001 2002 2003 കാലഘട്ടത്തിൽ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അമ്മ കുറച്ച് സീരിയസ് ആണ്. നമ്മൾ അസുഖം ഉണ്ടെങ്കിൽ പുറത്തോട്ട് തരത്തില്ല. കുറച്ചും കൂടി സിംറ്റംസ് ഇവിടെ സ്വെല്ലിംഗ് ആയിരുന്നു. ഇങ്ങനെ സ്വെല്ല് ചെയ്തു വന്നു ഈ ഒരു ഭാഗത്തായിട്ട്. ഇവിടെ സ്വെല്ല് ചെയ്ത് വന്നു. ഞാൻ വെച്ചാൽ അതെനിക്ക് പോവില്ല എന്നൊക്കെ വിചാരിച്ചു. താടിങ്ങനെ എനിക്ക് നമ്മൾ കണ്ണോട് കാണുമ്പോൾ നമ്മുടെ താടി ഇങ്ങനെ നീണ്ടു വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ജസ്റ്റ് ഒരു ഇമേജ് വേണമെങ്കിൽ കാണിച്ചു തരാം. നിങ്ങൾക്ക് സെമിനാർ വരുന്നുണ്ട്.
നമ്മളിപ്പോ എന്താ പറയാ 10 ഡിസീസിനെ കുറിച്ച് മാത്രമാണല്ലോ നമ്മൾ ക്ലാസ് എടുത്തിട്ടുള്ളൂ. അതിൽ കൂടുതൽ അസുഖങ്ങളെ കുറിച്ചിട്ട് നമുക്ക് സെമിനാർ ആയിട്ട് എടുക്കാൻ പറ്റും. ആ സമയത്ത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാട്ടോ മാർക്സ് ഒക്കെ. സെല് ചെയ്യുന്നത് കണ്ടോ, ചെറുതായിട്ടാണ്, പക്ഷെ എനിക്ക് നല്ല രീതിയിൽ സ്വല്ലിംഗ് ആയിരുന്നു അവിടെ. എന്റെ മോൾക്ക് വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷേ. പക്ഷെ ഇത് ഒരു ഭാഗത്ത് മാത്രല്ലേ ഉള്ളൂ, ഇത് 2 ഭാഗത്തും വന്ന് കഴുത്തും മുഖം കൂടെ ഒരുമിച്ച് ഒന്നായിട്ടായിരുന്നു. അത്രയും എഫക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു 18 വയസ്സിൽ. ഭയങ്കരമായിട്ട് വീർത്ത് വരും. ഇവിടെ ചില കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആവുമ്പോൾ ഫുള്ളായിട്ട് നമുക്ക് സ്വെല്ലിങ് വരും. ചില കേസുകളിൽ അത്രയും വരില്ല. അതെ അതെ അതെ. മാം ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്? ഈ മംസ് എന്ന് പറയുന്ന വൈറസ് നമ്മുടെ ബോഡിയിൽ എൻറ്റർ ആവുന്നത് കാരണമാണ് സാധാരണയായിട്ട് ഇത് അസുഖം വരുന്നത്. അല്ല, ഇത് ഏജ് ഒരു തവണ വന്നു കഴിഞ്ഞാൽ പിന്നെ വരില്ല എന്ന് പറയുന്നുണ്ടല്ലോ, അത് ശരിയാണോ ലൈഫില്? ആക്ച്വലി നമ്മുടെ ബോഡിയിൽ ഇത് നമ്മൾ സാധാരണ പറയാറുണ്ടല്ലേ, മിക്ക അസുഖങ്ങളും ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ വരില്ല എന്ന് പറയുന്നത്. അതിനൊരു നമ്മൾ സയന്റിഫിക്കലി പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ അത് പൂർണ്ണമായി മാറിക്കഴിയുമ്പോഴേക്കും നമ്മുടെ ബോഡിയിൽ ആന്റിബോഡീസ് സെപ്പറേറ്റ് ആയിട്ടുണ്ടാവും ഇല്ലേ? ഇപ്പൊ എന്റെ ചെറുപ്പത്തിൽ ഞാൻ പറഞ്ഞു എനിക്ക് മംസ് എന്ന് പറയുന്ന അസുഖം വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എന്റെ ബോഡിയിൽ എന്താണ്, ഈ മംസ് എന്ന് പറയുന്ന അസുഖത്തിനെതിരെ ആന്റിബോഡീസ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആന്റിബോഡീസ് ജനറേറ്റ് ചെയ്തിട്ട് ഇനി ആ ഒരു അസുഖത്തിന്റെ വൈറസ് നമ്മുടെ ബോഡിയിലേക്ക് എൻറ്റർ ആക്കുമ്പോൾ അതിന്റെ ആന്റിബോഡീസ് എന്ത് ചെയ്യും, ആക്റ്റീവ് ആവും. ദെൻ ഇതെന്ത് ചെയ്യും, അറ്റാക്ക് ചെയ്ത് ആ ജേംസിന് ഫുള്ളായിട്ട് എന്ത് ചെയ്യും, പൂർണ്ണമായും നശിപ്പിച്ച് കളയും. അതുകൊണ്ടാണ് നമ്മൾ സാധാരണ ഒരു അസുഖം ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ വരില്ല എന്ന് നമ്മൾ പറയുന്നത്. നമ്മുടെ ബോഡിയിൽ ആന്റിബോഡീസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അത് തന്നെയാണ് നമ്മൾ വാക്സിനേഷൻ എടുക്കുന്നത് മൂലം നമുക്ക് സംഭവിക്കുന്നത്. നമ്മൾ കോവിഡിന്റെ വാക്സിൻ എടുത്ത സമയത്ത് കോവിഡിന്റെ തന്നെ ഡെഡ് ആയിട്ടുള്ള വൈറസിനെയാണ് നമ്മൾ ഇൻജെക്ട് ചെയ്തത്. ഇനാക്റ്റീവ് ആയിട്ടുള്ള വൈറസിനെയാണ് ബോഡിയിലേക്ക് ഇൻജെക്ട് ചെയ്തിരിക്കുന്നത്. അല്ല, ഈ ജോണ്ടീസിന്റെ വാക്സിന്റെ പേരെന്താണ് മാഡം? ജോണ്ടീസിനും സെയിം തന്നെയാണ്, ഹെപ്പറ്റൈറ്റിസ് ആണ്. പക്ഷെ മോൾക്ക് ഞാൻ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് ചെറുപ്പത്തില്. പക്ഷെ എന്നിട്ടും വന്നു അവളെ 18ാമത്തെ വയസ്സില് നന്നായിട്ട് വീർത്തിട്ടാ വന്നത്. ഞാൻ എല്ലാം കറക്റ്റ് കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ എന്നിട്ടും അത് ഏത് വാക്സിൻ കൊടുത്തിട്ടുണ്ടെന്നാ പറഞ്ഞത്? അതെ, നമുക്ക് വാക്സിൻസ് ഓരോ സമയത്ത് ഓരോ വാക്സിൻസ് ഉണ്ടല്ലോ. 6 മന്ത്, 9 മന്ത്, പിന്നെ 1.5 വയസ്സിൽ, അങ്ങനെ ഉണ്ടല്ലോ ആദ്യം മുതലേ. അതെല്ലാം ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. വാക്സിൻ കൊടുക്കുന്നില്ല കുട്ടികൾക്ക്. ഗവൺമെന്റില് MMR വാക്സിൻ കൊടുക്കുന്നില്ല. ചെറുപ്പത്തില് പ്രൈവറ്റ് ഹോസ്പിറ്റൽ എവിടെയെങ്കിലും പോയി MMR വാക്സിൻ കൊടുത്തതായിട്ട് ഓർക്കുന്നുണ്ടോ? MMR ആണോ ഇതിന്റെ? ജോണ്ടീസിന്റെ MMR ആണോ? ജോണ്ടീസിന്റെ അല്ല ഞാൻ ഉദ്ദേശിച്ചത്, മംസിന്റെയാണ്. സോറി, മംസിന്റെ. ഓക്കെ. മംസിന്റെ MMR വാക്സിൻ ആണ് കൊടുത്തതായിട്ട് ഇല്ല, പ്രൈവറ്റിൽ നിന്ന് കൊടുത്തിട്ടില്ല എന്നാണ് എന്റെ ഒരു ഓർമ്മ. ഹെപ്പറ്റൈറ്റിസ് അല്ലേ? എടാ, ജോണ്ടിസിന് വാക്സിൻ നമ്മൾ വാക്സിനേഷൻ ഷെഡ്യൂളിൽ ഇല്ല, നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നതാണ്. പിന്നെ ജോണ്ടിസിന്റെ അസുഖം വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഈ കോണ്ടാക്റ്റിലൂടെ ഈസിലി സ്പ്രെഡ് ആകുന്ന ഒരു അസുഖം ഒരാൾക്ക് ഉണ്ടെങ്കിൽ അത് അടുത്ത ഒരാൾക്ക് കൂടി വരാനുള്ള ചാൻസ്. ഇപ്പൊ നമ്മുടെ കൂടെ ഉള്ള ഒരു വ്യക്തിക്ക് ആ ഒരു ജോണ്ടിസ് എന്ന് പറയുന്ന അസുഖം ഉണ്ടെങ്കിൽ നമുക്കും വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതിൽ ഏറ്റവും റിസ്കി ആയിട്ടുള്ള ജോണ്ടിസ് എന്ന് പറയുന്നത് ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് മൂലം വരുന്ന അസുഖമാണ്. നിങ്ങൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനല്ലോ, ജസ്റ്റ് ജോണ്ടിസ് മാത്രം അറിയാൻ മതി. നിർമ്മല എന്തെങ്കിലും പറഞ്ഞോ? ജസ്റ്റ് ഹെപ്പറ്റൈറ്റിസ് ബി ആണ് കുറച്ചും കൂടി റിസ്കി ആയിട്ടുള്ളൊരു ജോണ്ടിസ് കാറ്റഗറിയിൽ വരുന്നത്. ജസ്റ്റ് അത്രേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ വന്നിട്ടൊന്നുമില്ല സഫ്ന മോൾക്ക്? ഇല്ല, മോൾക്കാണ് വന്നത്. ചെറിയ ആൾക്ക് ചെറുതായിട്ടൊന്ന് വന്നു, ചെറിയ മോൾക്ക്. അത് ജസ്റ്റ് ചെറുതായിട്ട് ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോ തന്നെ പോയി. പക്ഷെ മൂത്ത ആൾക്ക് വന്നപ്പോ നന്നായിട്ടൊരു 1 വീക്ക് പിന്നെ അവൾ അഡ്മിറ്റ് ആയി, അങ്ങനെയൊക്കെ സീരിയസ് ആയി. നമ്മൾ ജോണ്ടിസിന്റെ വാക്സിൻ നമ്മൾ വേറെ എടുക്കുന്നില്ല. നമ്മുടെ വാക്സിനേഷൻ ഷെഡ്യൂളിൽ ഇപ്പോൾ ആയാലും പണ്ടായാലും വാക്സിനേഷനിൽ ജോണ്ടിസിന്റെ വാക്സിൻ നമ്മൾ എടുത്തിട്ടുണ്ടാവില്ല. ഓക്കെ, അത് സെപ്പറേറ്റ് ആയിട്ടാണ് എടുക്കുന്നത്. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി സെപ്പറേറ്റ് ആയിട്ടാണ് എടുക്കുന്നത്.
അതേപോലെ തന്നെ 9 മന്ത്സിലെ MR വാക്സിൻ നമ്മൾ ഗവൺമെന്റിന് എടുക്കാൻ പറ്റും. നമുക്ക് പബ്ലിക് ഹെൽത്ത് സെന്ററിൽ നിന്നൊക്കെ MR വാക്സിൻ എടുക്കുന്നുണ്ട് 9 മന്ത്സിൽ മീസിൽസ് ആൻഡ് റുബെല്ലയുടെ വാക്സിൻ എടുക്കുന്നുണ്ട്. പിന്നെ MMR വാക്സിൻ എന്ന് പറയുന്ന വാക്സിൻ ഒന്നും കേൾക്കുന്നില്ല. എനിക്ക് മാത്രമുള്ള പ്രശ്നമാണോ എല്ലാവർക്കും ഉണ്ടോ? എല്ലാവർക്കും ഓക്കെ ആണെങ്കിൽ ഒന്ന് തമ്പായിക്കോ? എല്ലാവർക്കും വോയിസ് ക്ലിയർ ആണെങ്കിൽ ഒന്ന് തമ്പായിക്കോ? ജനമോന് മാത്രമുള്ള പ്രശ്നമാണ് തോന്നുന്നു. ഓക്കെ, ഞാൻ പറയുന്നത് MR വാക്സിനെ കുറിച്ചിട്ടും MMR വാക്സിനെ കുറിച്ചിട്ടാണ്. MMR വാക്സിൻ എന്ന് പറയുന്ന വാക്സിൻ നമ്മൾ 1.5 വയസ്സിനുള്ളിൽ എടുക്കേണ്ടതാണ്. MMR വാക്സിൻ എടുക്കുന്നത് മീസിൽസ്, മംസ്, റുബെല്ല ഈ 3 അസുഖങ്ങൾക്കുള്ള ഒരു വാക്സിൻ ആണ് MMR വാക്സിൻ. സാധാരണയായിട്ട് എല്ലാ ഡോക്ടേഴ്സും എല്ലാ പീഡിയാട്രീഷ്യനും MMR വാക്സിൻ എടുക്കണം എന്ന് പറയാറുണ്ട്. അപ്പോൾ ഞാൻ എന്റെ മോന് MR വാക്സിൻ എടുത്തിട്ടുണ്ടായിരുന്നു 9 മന്ത്സിൽ. MMR എടുക്കാൻ എനിക്ക് പറ്റിയില്ല. അപ്പൊ എന്നോട് ചോദിച്ചു, അടുത്ത വാക്സിനേഷൻ ഡേറ്റ് ആയപ്പോ 1.5 ഇയർ ആയിട്ട് ഞാൻ പോയപ്പോ ചോദിച്ചു, നിങ്ങൾ MMR വാക്സിൻ എടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഞങ്ങൾ MMRന്റെ ബൂസ്റ്റർ കൊടുക്കാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ല, കുഴപ്പമില്ല, ഞാൻ MMR വാക്സിൻ തന്നെ എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് ഞാൻ നെക്സ്റ്റ് മന്ത് തന്നെ അവൻ എപ്പോഴും വയ്യാഴിക വരുമായിരുന്നു. ഈ ഇമ്മ്യൂണിറ്റി കുറവായിരുന്നു, എപ്പോഴും അസുഖങ്ങളായിരുന്നു അവൻ വന്നിരുന്നത്. അതുകൊണ്ട് ഞാൻ MMR കുറച്ച് കഴിഞ്ഞിട്ട് ഒരു 1.5 വയസ്സ് ആയപ്പോഴേക്കുമാണ് MMR വാക്സിൻ എടുത്തത്. MMR വാക്സിൻ എടുത്തു. ശരിക്കും പറഞ്ഞാൽ ആൺകുട്ടികൾക്ക് MMR വാക്സിൻ എടുക്കണം എന്ന് തന്നെ ഞാൻ പറയുള്ളൂ. 1.5 വയസ്സൊക്കെ ഉള്ള സമയത്ത് MMR വാക്സിൻ നമ്മുടെ കുട്ടികൾക്ക് എടുത്തിട്ടുണ്ടോ എന്നൊന്ന് വാക്സിനേഷൻ ഷെഡ്യൂളിൽ നോക്കണം. ഇപ്പൊ 2-3 വയസ്സ് ഉള്ള കുട്ടികളുടെ അമ്മമാരുണ്ടോ നമ്മുടെ കൂടെ? ആരെങ്കിലും ഉണ്ടോ 2-3 വയസ്സുള്ള അമ്മമാരുടെ? നിങ്ങൾ MMR വാക്സിൻ എടുത്തോ? MR വാക്സിൻ ഗവൺമെന്റിൽ എടുക്കും, MMR വാക്സിൻ പ്രൈവറ്റിൽ പോയി എടുത്തോ? എടുത്തിട്ടില്ല. ചിട്ടി എന്തോ എടുക്കാതെ? അതെടുക്കണം കേട്ടോ. MMR വാക്സിൻ എടുത്തിട്ടില്ലെങ്കിൽ അതെടുക്കണം. ഓക്കെ, എടുത്തിട്ടുണ്ട്. കാരണം MMR മംസ് എന്ന് പറയുന്ന അസുഖം മൂലം ഇൻഫെർട്ടിലിറ്റി വരെ സംഭവിക്കാവുന്ന ഒരു അസുഖം തന്നെയാണ് എന്താ മംസ് എന്ന് പറയുന്നത്. നമ്മൾ വന്ധ്യത എന്നൊക്കെ പറയില്ലേ, അത് സംഭവിക്കാൻ ചാൻസ് ഉണ്ട്, ആൺകുട്ടികൾ പ്രത്യേകിച്ച്. നമുക്ക് മീസിൽസിലേക്ക് വരാം. മീസിൽസിന്റെ വാക്സിന്റെ പേരാണ് ഞാൻ പറഞ്ഞത്, MR വാക്സിനും MMR വാക്സിനും. മീസിൽസ് എന്ന് പറയുന്ന അസുഖം സ്പ്രെഡ് ചെയ്യുന്നത് മീസിൽസ് എന്ന് പറയുന്ന വൈറസിലൂടെയാണ്. ആദ്യം കഫ്, കോൾഡ്, ഫീവർ ഒക്കെ ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ മേത്ത് റെഡ് കളറിലുള്ള ഒരു സ്പോട്ട് അപ്പിയർ ആകും, റെഡ് കളറുള്ള സ്പോട്ട്. ദെൻ മീസിൽസിനെതിരെ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് അസുഖം വരാതെ നോക്കാം എന്നതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ഓക്കെ, മീസിൽസ് ഇപ്പൊ പ്രഗ്നന്റ് ആയിരിക്കുന്ന സ്ത്രീകളില് മീസിൽസ് വന്നു കഴിഞ്ഞാൽ ജനിക്കാനിരിക്കുന്ന കുട്ടികൾക്ക് വൈകല്യങ്ങൾ സംഭവിക്കും എന്ന് പഠനങ്ങൾ പറയുന്നു. മനസ്സിലായോ? എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് അമ്മയ്ക്ക് മീസിൽസ് അസുഖം വന്നിട്ടുണ്ടെങ്കിൽ ജനിക്കാനിരിക്കുന്ന കുട്ടികൾക്ക് വൈകല്യങ്ങൾ, എക്സ്പെഷ്യലി ഹിയറിംഗ് ഇമ്പയർമെന്റ് സംഭവിക്കുന്നതായിട്ട് പഠനങ്ങൾ പറയുന്നുണ്ട്. അപ്പോ നമ്മൾ വിചാരിക്കുന്ന പോലെ നിസ്സാരമായിട്ടുള്ള ഒരു അസുഖമല്ല ഏത് മീസിൽസ് എന്ന് പറയുന്നത് കേട്ടോ. ഇതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഇമ്മ്യൂണൈസേഷൻ, പ്രോപ്പർ ആയിട്ടുള്ള ഇമ്മ്യൂണൈസേഷൻ ആണ്. ഡിസബിലിറ്റീസ് സംഭവിക്കും എന്ന് പറഞ്ഞു. ഈവൻ ഈ ഒരു അസുഖം മൂലം മീസിൽസ് എന്ന് പറയുന്ന അസുഖം ചെറുപ്പത്തിൽ വാക്സിൻ ഒക്കെ എടുക്കുന്നതിന് മുമ്പാണ് കുട്ടിക്ക് വരുന്നതെങ്കിൽ ഡിസബിലിറ്റീസ് സംഭവിക്കാം. ഈവൻ ഡെത്ത് വരെ വരാൻ ചാൻസ് ഉള്ള ഒരു അസുഖമാണ് മീസിൽസ്. അത് വരാതിരിക്കാനാണ് നമ്മൾ മെയിൻലി നോക്കേണ്ടത്. സ്പ്രെഡ് ചെയ്യുന്നത് ഇപ്പൊ ഒരു മീസിൽസ് ഉള്ള ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് കണ്ണീര്, നമ്മുടെ കണ്ണീര് വഴി സ്പ്രെഡ് ചെയ്യും. ക്ലോസ് കോണ്ടാക്ട് ഉള്ളവർക്കാണ് കൂടുതൽ വരാനുള്ള ചാൻസ്. ഏറ്റവും കൂടുതൽ വരുന്ന ഒരു അസുഖമാണ് മീസിൽസ്. ഏറ്റവും കൂടുതൽ എവിടെയാണ്, ഏത് രാജ്യത്താണ് മീസിൽസ് വരുന്നതെന്ന് അറിയാവോ?
നമ്മളുടെ സ്വന്തം ഇന്ത്യയിലാണ് മീസിൽസ് ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് മീസിൽസിന് ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, നമ്മൾ വാക്സിനേഷൻ കമ്പൽസറി ആക്കിയിരിക്കുന്നത്. ഓക്കെ, 9 monthsലും 1.5 monthsലുമാണ് മീസിൽസിന്റെ വാക്സിൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. വൈറസ് ഈ മീസിൽസ് പറയുന്ന വൈറസ് നമ്മുടെ ബോഡിയിൽ എൻറ്റർ ആയി കഴിഞ്ഞാൽ ഫീവർ, റെഡ് ഐസ്, റെഡ് സ്പോട്ട് ഓൺ ദ ഫേസ് ആൻഡ് നമ്മുടെ മസിൽസിനൊക്കെ ഭയങ്കര പെയിൻ കാര്യങ്ങളൊക്കെ ആയിരിക്കും വരുന്നത്. ഓക്കെ, ഒന്ന് റീഡ് ചെയ്ത് നോക്കൂ മീസിൽസ്. റീഡ് ചെയ്തോ? അടുത്തൊരു അനദർ എപ്പിഡമിക് ആണ് എന്ത്? കോളറ. കോളറ എന്ന് പറയുന്ന അസുഖം സ്പ്രെഡ് ചെയ്യുന്ന ബാക്ടീരിയയുടെ പേര് വിബ്രിയോ കോളറ എന്നാണ്. എന്താണ് കോളറ എന്ന് പറയുന്ന അസുഖം സ്പ്രെഡ് ചെയ്യുന്ന ബാക്ടീരിയയുടെ പേര്? വിബ്രിയോ കോളറ. ഇത് മെയിൻലി അഫക്ട് സ്മോൾ ഇൻറ്റെസ്റ്റൈൻ, ഫുഡിലൂടെയും വെജിറ്റബിൾസിലൂടെയും ഡ്രിങ്കിങ് വാട്ടറിലൂടെയുമാണ് സ്പ്രെഡ് ചെയ്യുന്നത്. സിവിയർ വോമിറ്റിംഗ്, ലൂസ് മോഷൻ ഫോളോഡ് ബൈ തേഴ്സ്റ്റ് ആർ കോമൺ സിംറ്റംസ്. സാധാരണ കോളറ അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു അസുഖമല്ല. നമുക്ക് ട്രീറ്റ്മെന്റ് അവൈലബിൾ ആണ്. ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓവർകം ചെയ്ത് വരാൻ പറ്റുന്ന, റിക്കവർ ആവുന്ന ഒരു അസുഖമാണ് കോളറ. കോളറ എല്ലാവരുടെയും വില്ലനായിട്ട് വരുന്നത് കോളറയുടെ സിംറ്റം ആണ്. എന്താണ്? വോമിറ്റിംഗ് ആൻഡ് ലൂസ് മോഷൻ. വോമിറ്റിംഗ് ആൻഡ് ലൂസ് മോഷൻ നമ്മൾ വേറെ ഏതൊരു അസുഖത്തിന്റെ സിംറ്റം ആയിട്ട് പറഞ്ഞല്ലോ. ഏതാണത്? ഏതായിരുന്നു? ഡിസെൻട്രി അല്ലേ? ഡിസെൻട്രി അല്ലെ? അപ്പൊ ഞാനൊരു കാര്യം പറഞ്ഞു, ഇങ്ങനെ നമ്മുടെ ബോഡിയിൽ നിന്ന് വെള്ളം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയുടെ ഒരു പേര് പറഞ്ഞു. ഇത് പേരാ പറഞ്ഞത്? പറഞ്ഞു പോവാണ് നിങ്ങള്. ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഓക്കെ, ഡീഹൈഡ്രേഷൻ. ഗുഡ്. നിർജ്ജലീകരണം, നമ്മുടെ ബോഡിയിൽ നിന്ന് വെള്ളം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയാണ് ഡീഹൈഡ്രേഷൻ. അങ്ങനെ ഡീഹൈഡ്രേഷൻ സംഭവിക്കുമ്പോൾ അപ്പോഴാണ് ഈ അസുഖത്തിന്റെ കോംപ്ലിക്കേഷനിലേക്ക് നമ്മൾ പോകുന്നത്. സാധാരണയായിട്ട് ബോയിൽഡ് ആയിട്ട് തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കാം. നമുക്ക് ലൂസ് മോഷൻ, പനി, ക്ഷീണം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, ആ ഒരു സിംറ്റംസ് കാണുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഇമ്മീഡിയറ്റ്ലി നമ്മൾ മെഡിക്കൽ എയ്ഡ് എടുക്കുകയാണ് വേണ്ടത്. പ്രോപ്പർ ആയിട്ട് മെഡിക്കൽ എയ്ഡ് എടുത്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ റിക്കവർ ആവാനായിട്ട് സാധിക്കും, ഓവർകം ചെയ്ത് വരാനായിട്ട് സാധിക്കും. ഓക്കെ ആണോ? കോളറ, വിബ്രിയോ കോളറ എന്ന് പറയുന്ന ബാക്ടീരിയയാണ് കോളറ എന്ന് പറയുന്ന അസുഖം സ്പ്രെഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്നുള്ള ഒരു ആക്ടിവിറ്റി ആണ്. നിങ്ങൾ കുട്ടികള് ഇപ്പൊ ഞാൻ ഡിസ്കസ് ചെയ്ത 10 അസുഖങ്ങൾ കൂടാതെ ബാക്കിയുള്ള അസുഖങ്ങൾ ഉണ്ടല്ലോ. ഇപ്പൊ മംസ് ആവട്ടെ, റുബല്ല ആവട്ടെ, പിന്നെ എന്തൊക്കെയാണ്, റെഡ് ഐസ്, അലർജി, അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് TB, മെൻജൈറ്റീസ്, പിന്നെ ഷിഗല. ഇപ്പൊ നമ്മൾ കോമൺലി കേൾക്കുന്ന ഒരു അസുഖമല്ലേ ഷിഗല, റുബല്ല പറഞ്ഞത്. അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടല്ലോ. അതിനെ കുറിച്ചിട്ട് സെമിനാർ നിങ്ങൾ എടുക്കണം. ഓക്കെ, ഓക്കെ ആണോ? നിങ്ങൾക്കൊരു 5 മിനിറ്റ് വീതം ഒരു അസുഖത്തെ കുറിച്ച് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് ടൈം ഉണ്ട്. ആ ഒരു അസുഖത്തെ കുറിച്ച് 5 മിനിറ്റ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന, 5 മിനിറ്റ്സ് കൂടുതൽ വേണോ ടൈം? 5 to 10. ഓക്കെ, അപ്പൊ 5 to 10 മിനിറ്റ്സിൽ 5 to 10 ഇരിക്കട്ടെ, കുഴപ്പമില്ല. 5 to 10 മിനിറ്റ്സിൽ നമുക്ക് സെമിനാർ പ്രിപ്പയർ ചെയ്തത് എല്ലാ കുട്ടികളും വരണം. മിനിമം 5, മാക്സിമം നിങ്ങൾ നോക്കാം 10-നുള്ളിൽ, ആ സമയത്തിനുള്ളിൽ സെമിനാർ അവതരിപ്പിക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ടോപ്പിക് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പൊ നിങ്ങൾക്ക് ടോപ്പിക് സെലക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ടോപ്പിക് പ്രിപ്പയർ ചെയ്തിട്ട് സെമിനാർ എടുക്കുന്ന ദിവസം എന്നോട് പറഞ്ഞാൽ മതി, മിസ്സേ എന്റെ പേര് ഇന്നതാണ്, ഞാൻ എന്റെ ടോപ്പിക്കാണ് സെമിനാർ എടുക്കുന്നത്. ഓക്കെ, ഞാൻ ഒരു ടോപ്പിക് ഞാൻ പറയാം, അത് ആരെ എടുക്കുന്നതെന്ന് പറയും. മംസ് ആണ് ഞാൻ പറയുന്ന ടോപ്പിക്.
നമസ്കാരം എടുക്കുന്നേ. ഞാൻ മ്യൂട്ട് മാറ്റാം. ചിലപ്പോ സൗണ്ട് ഡിസ്റ്റർബൻസ് തോന്നായിരിക്കും. മാംസ ആരാ പറഞ്ഞത്? സുഫൈജ. സുഫൈജ. ഓക്കെ. നെക്സ്റ്റ് മെൻജൈറ്റിസ്. സമീന. സമീഷ. സമീഹ. സമീഹയാണ്. സമീഹ. വേറെ ആരാണ്? അടുത്ത അസുഖം പറയാം, പേര് പറയാം. നമ്മളെ ചെറുതില് ഈ അസുഖം വന്നിട്ടുണ്ട്, മെനിഞ്ചൈറ്റിസ്. 1.5 മാസമായിട്ട്. ഓക്കേടാ. ബാക്കിയുള്ളവരോ? ആരും പേര് പറയുന്നില്ല. മാം പറഞ്ഞോടാ. അതിന്റെ എന്താണ്? അത് നിപ്പ വൈറസ്, അത് എങ്ങനെയാ എടുക്കാലോ? എടുക്കാടാ. ഒരു പേരെന്താണ്? പ്രസൂബ. PRASUB. അടുത്തതാരാണ്? നിപ്പ വന്നു. മിസ് ചിക്കൻ ഗുനിയ. ഇതാരാ പറയുന്നത് ചിക്കൻ ഗുനിയാന്ന്? വിജയാണോ? എന്റെ പേര് ശ്രുതിയാണ്. പേരെന്താണ്? ശ്രുതി എന്നാണ് പേര്. ശ്രുതി എന്നാണ് പേര്. ഷിഗല്ല എന്നാ പറഞ്ഞത്. ഷിഗല. ഷിഗല്ല ഞാൻ പറഞ്ഞ മിസ് അശ്വതി. ശ്രുതി. കൊറോണ. ഹസീന. റുബല്ല. ഹസ്ന. കൊറോണ. അൻസി. കൊറോണ. സീന. കൊറോണ. മിസ് സെമിനാർ മലയാളത്തിലാണോ ഇംഗ്ലീഷിലാണോ പ്രസന്റ് ചെയ്യണ്ടേ? ഇംഗ്ലീഷിൽ മാഡം മഞ്ഞപ്പിത്തം. 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 ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത്. ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണോ? പക്ഷെ ഒരാൾക്ക് ഒരെണ്ണം തന്നെയാണോ? രണ്ടെണ്ണോ ഒരാൾക്ക് ചെയ്യാം? ഒരാൾക്ക് പറഞ്ഞു. മാഡം മഞ്ഞപ്പിത്തം പറ്റൂലേ? മഞ്ഞപ്പിത്തം. ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ല, ഒരെടുത്തോ. മാഡം TB. എന്റെ പേര് ഷഫ്ന. ഓക്കെ. അതാണ് സ്നേഹ അല്ലെ? മാം ചിക്കൻ അലർജി. ഡെസ്ന. അലർജി. മാഡം എന്റെ പേര് ഷഫ്നാണ്. മഞ്ഞപ്പിത്തം പറഞ്ഞത്. നോട്ട് ചെയ്തിട്ടുണ്ടോ? റെഡ് ഐസ്. അത് ഞാൻ എടുത്തോട്ടെ. റെഡ് ഐസ്. മാഡം തക്കാളിപ്പനി. ഓക്കെ. എല്ലാവരും കൂടി പറയല്ലേ? ഓക്കെ. ജസ്റ്റ് മറണ്ടേ. അല്ല, നെക്സ്റ്റ് ഫ്ലൈറ്റ് വരുമ്പോൾ ചിക്കൻ ബോക്സ് എടുക്കാൻ പറ്റുമോ? ഒരാൾ എടുത്ത അസുഖമാണെന്നുള്ള ഡിഫറൻസ് ഒന്നുമില്ല. നെക്സ്റ്റ് വീക്ക് വരുമ്പോ നിങ്ങൾ പ്രിപ്പയർ ആയിട്ട് വരാം. നിങ്ങളുടെ ടോപ്പിക് നിങ്ങൾ ഏത് അസുഖമാണ് സെലക്ട് ചെയ്യുന്നത് അത് പ്രിപ്പയർ ചെയ്ത് വരാം. നമുക്ക് ആ സമയത്ത് ക്ലാസ് എടുക്കാം. ഇല്ലെങ്കിൽ ഞാനിവിടെ എന്താ പറയാ വരുന്നു. അപ്പോ റെഡി ആവണം. വേറെ ക്ലാസ് ഒന്നും ഉണ്ടാവില്ല, സെമിനാറാണ്. മാഡം നമ്മൾ അതേ കുറിച്ചിട്ട് എന്താ എഴുതി വരികയാണോ വേണ്ടത്? എഴുതി വരാന്ന് മാത്രമല്ല, നമ്മളത് പ്രിപ്പയർഡ് ആയിട്ട് വേണം. അതേക്കുറിച്ച് നമ്മൾ എന്തൊക്കെയാണോ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങള് അവതരിപ്പിക്കാം. ഒരാളെടുത്ത ഡിസീസ് വേറൊരാൾക്ക് എടുക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ എല്ലാവരും ഡിഫറെന്റ് ആയിരിക്കും? ഒരാൾക്ക് ഒരു അസുഖം മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ഒരാളെടുത്ത അസുഖം മറ്റുള്ളവർക്ക് എടുക്കാൻ പറ്റും. ഇപ്പൊ മറ്റൊരാൾക്ക് മാസം അവതരിപ്പിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ വൺ സെലക്ടഡ് ഷിഗല്ല, അതർ ക്യാൻ സെലക്ട് ദാറ്റ് സെയിം ഓൾസോ. അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചു. അതായത് ഒരാള് ഷിഗല്ല സെലക്ട് ചെയ്തു, അപ്പൊ വേറൊരാൾക്കും അത് തന്നെ എടുക്കാമല്ലോ, കുഴപ്പമില്ലല്ലോ? കുഴപ്പമൊന്നുമില്ല. ഓക്കെയാണ്. കിഡ്നി സ്റ്റോൺ ഓക്കെയാണ്. നെക്സ്റ്റ് വീക്ക് ആണ് സെമിനാർ. നെക്സ്റ്റ് വീക്ക് വരുമ്പോൾ നിങ്ങളുടെ പേരും നിങ്ങളുടെ ടോപ്പിക് ഇന്നതാണ്. നെക്സ്റ്റ് വീക്ക് ഏത് ഡേയിലാണ് മാഡം? ഫ്രൈഡേ ആണ് എന്റെ ക്ലാസ് വരുന്നത്. ഓക്കെ മാഡം, ഞാൻ 2 ദിവസമായിട്ടേ ജോയിൻ ചെയ്തിട്ടുള്ളൂ. 2 days ആയിട്ടേ ജോയിൻ ചെയ്തിട്ടുള്ളൂ ഞാൻ. അതെ. അപ്പൊ ഞാനിങ്ങനെ ക്ലാസ് മനസ്സിലാക്കി വരുന്നേ ഉള്ളൂ.
ആണോ? ഓക്കെ, കുഴപ്പമില്ല. ഈ ലാസ്റ്റ് ജോയിൻ ചെയ്തു. എങ്ങനെ? അല്ല, നമ്മൾ ഈ ഒരു കോളത്തിൽ തന്നെ അങ്ങോട്ട് പോകട്ടോ. മിസ്സേ A4 ഷീറ്റിലാണോ പ്രിപ്പയർ ചെയ്യേണ്ടത്? സെമിനാർ പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ ബുക്സ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ പ്രിപ്പയർ ചെയ്യാം. ഓരോ ടീച്ചേഴ്സിനും നോട്ട്ബുക്ക് ഉണ്ടെങ്കിൽ അതിൽ പ്രിപ്പയർ ചെയ്യാം. നിങ്ങൾ നോട്ട് പേപ്പറിൽ എഴുതി അത് ഫുള്ളായിട്ട് റീഡ് ചെയ്യാനല്ല സെമിനാർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എന്താണോ അസുഖത്തെ കുറിച്ച് മനസ്സിലായത് ആ കാര്യങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യണം. ഓക്കെ മാം ആസ്മ. ഓക്കെ, ഞാൻ എഴുതിയിട്ടുണ്ട് ശ്രീജ്യോതി. ഓക്കെ ഒരു ഡെങ്കിപ്പനി ആരും സെലക്ട് ചെയ്തിട്ടില്ല മാഡം. ഡെങ്കി ഡൗട്ട്? മാം മോക്ക് ടെസ്റ്റ് എന്തെങ്കിലും തുടങ്ങാനായിട്ട് ആണോ? മോക്ക് ടെസ്റ്റ് സാറ്റർ കഴിഞ്ഞിട്ട് തരുള്ളൂ. ഇനി എത്ര ഉണ്ടാവും? എനിക്ക് ടെക്സ്റ്റ് ഇല്ലാത്തോണ്ട് അറിയാത്തോണ്ടാണ്. ഈ ഒരു ചെറിയൊരു പാരഗ്രാഫ് കൂടി ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണല്ലേ? മാഡം എനിക്കും ടെക്സ്റ്റ് കിട്ടിയിട്ടില്ല. പറഞ്ഞല്ലോ 2 ദിവസമായിട്ട് ജോയിൻ ചെയ്യോ. ടെസ്റ്റ് ഫീസ്, എക്സാം ഫീ, അങ്ങനെ എന്ത് കാര്യം വെച്ചാൽ നമ്മുടെ ടീച്ചിങ് ഒഴികെ ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് യാതൊരാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. നമുക്ക് അഡ്മിഷൻ എടുത്തവരെടുത്തോ? കുട്ടീനോട് ചോദിക്കട്ടോ. ഓക്കെ ഓക്കെ മാം, ഞാൻ സിംലി എനിക്കൊരു കാര്യം ചോദിക്കാനായിരുന്നേ. എനിക്ക് വാട്സാപ്പ് ഗ്രൂപ്പിൽ എന്റെ നമ്പർ ഒന്ന് ആഡ് ചെയ്യാനായിട്ടായിരുന്നു. എല്ലാ ദിവസവും റെഗുലർ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. വാട്സാപ്പ് ഗ്രൂപ്പിൽ അതിനൊന്നും വരുന്നില്ലല്ലോ. ഞാൻ എന്നെ ആഡ് ചെയ്തതിന് ശേഷം ഒന്നും അതിൽ വരുന്ന കാണില്ല. എന്നെ ഒന്ന് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയാൻ കാരണം എനിക്ക് എന്നും റെഗുലർ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. അതിനാക്കില്ല. അപ്പോ ഞാൻ റെക്കോർഡ് ക്ലാസ് ആണ് കാണുന്നത്. ഫോൺ നമ്പർ മെസ്സേജ് ആയിട്ട് അയച്ചു കൊടുത്ത് ഫ്രണ്ട്സ് ആരെങ്കിലും ആഡ് ചെയ്യും കേട്ടോ. ആരാണ് അതിന്റെ അഡ്മിൻ വെച്ചാൽ ആഡ് ചെയ്യണം കേട്ടോ. സെമിനാർ ഇംഗ്ലീഷിലാണോ മലയാളത്തിലാണോ? ഇംഗ്ലീഷിൽ പ്രസന്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇംഗ്ലീഷിൽ പ്രസന്റ് ചെയ്യാം. നമുക്ക് മലയാളത്തിൽ പറ്റുള്ളെങ്കിൽ മലയാളത്തിൽ പ്രസന്റ് ചെയ്യാം. അതൊന്നും പ്രശ്നമില്ല. സെമിനാർ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ് നമ്മുടെ ഇൻഫർമേഷൻ. അത് എത്ര മനോഹരമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നതാണ് അവിടെ നോക്കുന്നത്. ഇവിടെ ലാംഗ്വേജ് നോ പ്രോബ്ലം. ഓക്കെ, എത്ര പേജ് വേണ്ടി വരും ഏകദേശം? പേജ് ഒന്നും വേണ്ട. വാല്യൂ ചെയ്യുന്നില്ല. വാല്യൂ ചെയ്ത് നിങ്ങൾ പ്രിപ്പയർ ചെയ്തൊക്കെ പ്രസന്റ് ചെയ്യാം അസുഖത്തെ കുറിച്ചിട്ട്. ഒരാളൊരു 5 മിനിറ്റ്സിന്റെ ഉള്ളിൽ സംസാരിച്ചാൽ മതിയാവുമല്ലോ അല്ലെ അതിനെ കുറിച്ചിട്ട്? 5 മിനിറ്റ്സിനുള്ളിൽ സംസാരിച്ചാൽ മതി. ഓക്കെ അപ്പൊ താങ്ക് യു ഓൾ. ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. സൈൻ ഔട്ട് ആരാ പറയുന്നത്? ഓക്കെ, സൈൻ ഔട്ട് ഇല്ല. മാം സൈൻ ഔട്ട് ആര് വേണമെങ്കിലും പറയാം. ബിക്കോസ് അതിന് പേര് തന്നിട്ടുണ്ടായിരുന്നില്ല. വേണമെങ്കിൽ പിന്നെ ഞാൻ തന്നെ റിപ്പീറ്റ് ചെയ്യണം. ഇസ് ദർ എനിവൺ ടു സേ സൈൻ ഔട്ട് പ്ലീസ്? ആരെങ്കിലും ഉണ്ടോ? I will say Yeah, please. Yeah. Thank you, ma'am. Thank you, everyone, for giving me more information about different kinds of diseases. Thank you so much, ma'am. We all are very grateful to you to share all these diseases and their informations. Thank you for your valuable information. Thank you so much, ma'am, and thank you, friends. Okay, thank you. Thank you, Miss. Ma'am. Thank you, ma'am.